എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായ ലേഖന കർത്താവ് നമ്മുടെ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിരിക്കുന്നത്. ആ വചനം ശ്രദ്ധിക്കാം. ആകെ തൂക്കം പൂർണ്ണമായി രക്ഷിപ്പാൻ എൻ്റെ ദൈവം പ്രാപ്തനാണ്. ഒരാമീൻ പറയണം. 3 കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ആ 3 കാര്യങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഈ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുക, നാം ദൈവത്തോട് അടുക്കണം. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു. 3, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു. ഒന്നാമത്തെ ഏറ്റവും വലിയ ആശയമാണ് മനുഷ്യൻ ദൈവത്തോട് അടുക്കണം. എങ്ങനെ അടുക്കണമെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് മനുഷ്യൻ അടുക്കാൻ ദൈവം വെച്ചേക്കുന്ന സിസ്റ്റം പുത്രനിലൂടെ അടുക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ എഴുതിയിരിക്കുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവം വെച്ചേക്കുന്ന സിസ്റ്റമാണ് പുത്രനിലൂടെ ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഞാനും പിതാവും ഒന്നെന്ന് പുത്രനെ വെളിപ്പെടുത്തുക. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യന് വരാൻ, ഇനി ഞാൻ ഇച്ചിരൂടെ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാം. നിങ്ങൾക്കറിയാമോ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സകല മനുഷ്യരും ദൈവത്തിൻ്റെ അടുക്കൽ വരണമെന്ന്. എന്നാൽ നമ്മൾ ബൈബിള് പഠിക്കുമ്പം സ്വതന്ത്രം മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിടാത്ത ധാരാളം ശക്തികളുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്, മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിടാൻ ചില പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കർത്താവിൻ്റെ അടുക്ക് വരാൻ, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃപാവനം പ്രാപിക്കാൻ, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് സ്വപ്നം കാണാൻ എന്തോരം ഇഷ്ടമാണെന്നറിയോ, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് വഴക്കുണ്ടാകാതെ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ വചന വെളിപ്പാടിൽ നിങ്ങളോട് പറയാം, ലോകത്തിൽ ഒന്നിനും തടസ്സമില്ലെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാനാ ഏറ്റവും വലിയ തടസ്സം. എന്നാൽ അതിനെ അതിജീവിച്ച് ആര് ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഈ ദൂതിൻ്റെ വിവരണത്തെ കൊണ്ടുപോകുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. ഇന്ന് എന്നോട് കർത്താവ് പറയുക, നിന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിടാതെ അള്ളിപ്പിടിക്കുന്ന പല പൈശാചിക ശക്തികളും ഇന്ന് നിന്നെ വിട്ട് മാറണം. ഏതൊക്കെ ശക്തികൾ നിന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ അതിനെയെല്ലാം നീ പൊട്ടിച്ചു മാറ്റണം. ഈ നമ്മളിൽ ഒരാൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അടുത്ത ആളും ദൈവത്തിൽ വരണം. അങ്ങനല്ലേ? നമ്മളിൽ ഒരാൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ അടുത്ത ആളും ദൈവത്തിൻ്റെ അടുക്കൽ വരണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മ പക്ഷേ നമ്മൾക്ക് അവരുടെ ജീവിതം നോക്കി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. എന്താണെന്ന് ശ്രദ്ധിച്ച ആ കാര്യം ഞാൻ പറയാം. അല്ലേ? അവരെ പിശാച് കൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹല്ലേലൂയ. ചിലരെ പിശാച് കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളെ ആരെയും പിശാച് കൊണ്ട് നടക്കാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ നിങ്ങളെ അനുവദിക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം,
ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ ദൈവത്തിന് അവനെക്കുറിച്ചുള്ള പദ്ധതി ഫുൾഫില്ല് ചെയ്യത്തുള്ളൂ. എത്രയോ പേരുടെ ജീവിതം ദൈവം എന്ന രണ്ടക്ഷരം പതിയാത്തത് കൊണ്ട് പരാജയപ്പെട്ടവരുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കല്യാണത്തിന് പോകാൻ തടസ്സമില്ല, ടൂറ് പോകാൻ തടസ്സമില്ല, പക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ വലിയ തടസ്സമാണ്. കാരണം എന്താ? നീ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ നിന്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നിന്റെ സ്ഥിതി ദൈവം മാറ്റും. നിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് തടയുന്ന കൈകളുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന തടയുന്ന കരങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ബന്ധിക്കപ്പെടണം. ദൈവത്തിങ്കിലേക്ക് വിടാതെ, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ നിന്റെ ലൈഫിനെ തടഞ്ഞു വെക്കുന്ന സകല ശക്തികളും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ ബൈബിളിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോഴും നിങ്ങൾ നോക്കിയേ, ആത്മീക മുന്നേറ്റത്തിന് ഒത്തിരി തടസ്സമുണ്ട്. ഇനി എപ്പോഴും ഓർത്തണം, ഒരുത്തൻ ദൈവത്തിൽ വന്നാൽ, ദൈവത്തോട് അടുത്താൽ പിശാചിന്റെ അടുത്ത പരിപാടി എന്താണെന്നറിയോ? അടുത്തവനെ അകറ്റണം. എങ്ങനെയും പിടിച്ച കാട്ടിൽ തിരിച്ചു കൊണ്ട് കെട്ടണം. ഞാനിപ്പോൾ ഓർക്കുക, ഒരു ചെറുപ്പക്കാരൻ്റെ പുറകെ ഞാൻ ഒത്തിരി നാൾ നടന്ന്, എന്ന് പറഞ്ഞാൽ കൂടെ വിളിച്ചും പറഞ്ഞും സംസാരിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ ഉപവാസമൊക്കെ ഇരുത്തി രക്ഷിക്കപ്പെട്ടവൻ കൃപ വന്നു. ഞാൻ ഭയങ്കര സന്തോഷമായി, കൃപ വന്നല്ലോ. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, കുറച്ച് നാൾ കഴിഞ്ഞപ്പം സ്തോത്രം, അവൻ്റെ വീടിനടുക്കുള്ള ഒരാള് ചെന്ന് അവനോട് സ്തോത്രം പറഞ്ഞു, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ആ പുള്ളിയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പുള്ളി പ്രവചിച്ചു ഈ പുള്ളിയോട്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ മെനക്കെട്ട് വിശ്വാസി കൊണ്ടുവന്ന് ആൾക്ക് തോന്നി, സ്തോത്രം, ഹനിപ്പാഷയെക്കാട്ടി നല്ലതായിട്ട് ഈ പുള്ളി പ്രവചിക്കുന്നുണ്ട്. സ്തോത്രം. ഈ പുള്ളിയുടെ കൂടെ കൂടിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം, ഞങ്ങളുടെ അടുത്തല്ലയോ, അപ്പം എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാമല്ലോ. ഞാനും പറഞ്ഞു, നല്ല കാര്യമാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് 45 കിലോമീറ്റർ ദൂരെ അവനുമായിട്ട്. അപ്പം അടുത്തല്ലയോ, കൃപ നിന്നോണേ, അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. സ്തോത്രം. ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചാൽ വരുമ്പോഴാണ് ഇങ്ങനെ ആടി റോഡേ നടക്കുന്നു. ഞാൻ കൊണ്ട് വണ്ടി നിർത്തി. എന്നാ പറ്റി? ആരാ? എന്നാ പറ്റി? പിന്നെ നടന്നൊന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴും ഓർത്തോണം. ചിലക്ക് പറഞ്ഞില്ലേ, മുറ്റിയ മാനസാന്തരം. കാരണം അതിനുള്ളിൽ കൊണ്ടുന്നില്ല. 20 വർഷമൊക്കെ കൃപയിൽ നിന്നവരാ. ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിച്ചോണം. ഇനി അടുത്താന്നോ എന്നുള്ളതാ പറയാൻ പോന്നേ. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവനിൽ നിറവേറേണ്ട ധാരാളം ദൈവപ്രവൃത്തിയുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, 30 വർഷം മുമ്പ് ഞാൻ അറിഞ്ഞില്ല, ദൈവത്തെ അറിയാത്ത ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ആവുമെന്ന്. 30 വർഷം മുമ്പ് ദൈവത്തിന്റെ അടുക്കൽ വന്നതുകൊണ്ടാ ഞാൻ ഇന്നൊരു ഉപദേശിയായ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയുക, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ട് പേടിക്കണ്ട, ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി വാ. നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ആഴമേറിയ ദൂതിലോട്ടൊന്ന് പോകാം. ഹല്ലേലൂയ. അപ്പം അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ഇതെല്ലാം മാറുമെന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ, ഇതെല്ലാം. ഇന്നെങ്കിലും യോഗത്തിൽ നിൽക്കുമ്പോഴേ ഒരു നന്നായിട്ടൊന്ന് ചിരിച്ചേ, എന്നിട്ട് പറ, ഇതെല്ലാം. ഒന്ന് പറഞ്ഞേ, കുനിഞ്ഞിരിക്കുന്നവരൊക്കെ ഒന്ന് നൂന്ന് നിന്ന് ഒന്ന് ചിരിച്ചോണ്ട് പറ, ഇതെല്ലാം മാറുമെന്ന് പറ. ഇതെല്ലാം മാറും. ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തെ മാറ്റും. ഈ പ്രാർത്ഥന നിന്റെ സാഹചര്യങ്ങളെ മാറ്റും. ഈ പ്രാർത്ഥന നിന്നെ വിടാത്ത ശക്തികളെ നിന്നെ ദൈവത്തിലേക്ക് വിടാതെ ഏതോ ശക്തി പുറകോട്ട് വലിക്കുക. ഇന്ന് അവന്റെ കയറുകൾ പൊട്ടണം. നിന്നെ ഈ കൃപയിൽ നിർത്താത്ത, ഈ അഭിഷേകത്തിൽ നിർത്താത്ത ഈ
അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ആദ്യമേ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. യാക്കോബിന്റെ ലേഖനം നമുക്ക് എടുക്കാം. യാക്കോബിന്റെ ലേഖനം, ഹല്ലേലൂയ, 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം വായിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം തുടങ്ങാം. ജെയിംസ് ചാപ്റ്റർ 4:8. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കും. യാക്കോബ് അപ്പോസ്തലൻ പറയാ, ദൈവം കൊതിക്കുന്നു മനുഷ്യൻ ദൈവത്തോട് അടുത്തു വരണം. ജീസസ് അടുത്തു വന്നാൽ ദൈവം ചെയ്യുന്ന കാര്യം, അടുക്കുന്നവനോട് ദൈവവും അടുക്കാൻ തുടങ്ങും. ദൈവം അടുത്താലുള്ള പ്രാധാന്യത പറയാം. നിന്നോട് അടുത്ത് നിൽക്കുന്ന പലതും നിന്നെ വിട്ട് അകലാൻ തുടങ്ങും. നിന്റെ മേൽ കിടക്കുന്ന ബന്ധനങ്ങൾ അകലാൻ തുടങ്ങും. നിന്നോട് പോരാടുന്ന ദുഷ്ടശക്തികൾ. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ സ്നാനപ്പെട്ട ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, പാസ്റ്റർ എന്തോ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, സുഖമായിരിക്കുന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഹോളിൽ കൂടെ പ്രാർത്ഥിച്ചു. 4 മണിയായപ്പോൾ എന്നെ വിളിച്ചു, പാസ്റ്റർ എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, സുഖമായിരിക്കുന്നു. പാസ്റ്റർ എന്നെ മറന്നോ? ഇല്ല. ഫോൺ വെച്ചു. 7 മണിയായപ്പോൾ പിന്നെയും വിളിച്ചു, പാസ്റ്റർ സുഖമായിരിക്കുന്നു. പാസ്റ്റർ വീട് വരെ ഒന്ന് വന്നോട്ടെ? വന്നാട്ടെ. 9 മണിക്ക് പിന്നെയും വിളിച്ചു, പാസ്റ്റർ. ഞാൻ ചോദിച്ചു, മോനെ കാര്യം പറ. പാസ്റ്റർ എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഒരു കൂട്ടുകാരുമില്ല, വിളിക്കാൻ ആരുമില്ല, പാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നീ എപ്പോഴും വിളിച്ചോ. വേണ്ട, മിണ്ടുന്നില്ല. അതെന്നാ കാര്യം? അവനോട് അടുത്തവരെല്ലാം അവൻ ദൈവത്തോട് അടുത്തപ്പം അവനിന്ന് അകന്നു. ചിലരൊക്കെ അകലുന്ന ഓർത്തോളം നീ അടുക്കാൻ തുടങ്ങിയത് കൊണ്ടാ. നീ അടുക്കാൻ തുടങ്ങിയത് കൊണ്ടാ ചില ഫ്രണ്ട്ഷിപ്പ് പോയി. സാരമില്ല. ബോവസിന്റെ വയലിൽ ഒരു നാട് മുഴുവൻ വിട്ടേച്ച് വന്ന രൂത്തിനോട് ബോവസ് പറയുക, നിനക്ക് വയലിൽ ഞാൻ കൂട്ടുകാരെ തരാം. ആരെ തരാം? വയലിൽ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഈ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണമെന്ന് എൻ്റെ മനസ്സിൽ പ്രേരണയുണ്ടായി. നമ്മുടെ ചർച്ചിൽപ്പെട്ട ഒരു സിസ്റ്റർ നല്ല സുവിശേഷ വേലയ്ക്കൊക്കെ സമർപ്പണവും ദർശനവും ഉള്ളതാണ്. ഇവിടെയും ദർശനമുള്ള കുറേ പേരുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മേൽ വിളി വരുമെന്ന് കാത്തിരിക്കുക. ഞാനായിട്ടൊരു സ്റ്റെപ്പ് എടുത്താൽ വിജയിക്കത്തില്ല, പക്ഷെ തമ്പുരാൻ സ്റ്റെപ്പ് എടുത്താൽ വിജയിക്കും. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയുണ്ട്. അങ്ങനെ നോട്ടമിട്ട് നിന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. സ്തോത്രം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണല്ലോ. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്തുവാ ഗ്രൂപ്പിന്റെ ഉദ്ദേശം? ഒരു ചെയിൻ പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നല്ല കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ചെയിൻ പ്രയർ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ 450 പേരുണ്ട്. ഓ, ഞാൻ നിന്ന് ദൈവത്തെ സ്തുതിച്ചു. എത്ര ഉണ്ട്? ഇപ്പൊ 450 പേരുള്ള ഒരു പ്രയർ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഈ വാട്സാപ്പ് ഒക്കെ ഇറങ്ങിയ സമയത്താ ഭയങ്കര കഴിവാ. ഞാൻ പറഞ്ഞു, കർത്താവ് ഉപയോഗിക്കട്ടെ. സ്തോത്രം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് വലുതാക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഈ ഗ്രൂപ്പ്. ശ്രദ്ധിക്കണം. സ്തോത്രം. 1 മാസം കഴിഞ്ഞ് എന്നെ ഒന്ന് കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഓ, എല്ലാം പന്നന്മാരാ, ഒറ്റയൊരെണ്ണം പ്രാർത്ഥിക്കുന്നവരല്ല. സ്തോത്രം. ഓ, ഒന്നും ശരിയാകത്തില്ല ബ്രദറെ. ഓ, വിശ്വാസത്തിൽ വന്നു തന്നെ ഒരു തെറ്റായി പോയെന്നാ. ഇപ്പം എന്നാന്നറിയാം, ഈ കൂടെ കൂടിയവൾ 1-ാം തരം പെൻസിലും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ കൂടെ കൂടുന്നതെല്ലാം നിന്നെ ഗുണപ്പെടുത്താനല്ല, നിന്നെ എങ്ങനെയും തിരിച്ച് ആ കാട്ടിക്കൊണ്ട് കെട്ടാൻ പിശാച് അയച്ച ഏജന്റ. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ, ഇപ്പോഴത്തെ ആ പുള്ളിക്കാരത്തിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞ എനിക്കൂടെ കരച്ചിൽ വരും. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച യോഗത്തിൽ ഇരുന്ന് ഇങ്ങനെ പോവാ.
ഞാൻ അടുത്തിരുന്ന ആളെ കൈ കളഞ്ഞ് പ്രസംഗത്തിനിടെ ആ പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞു കൂടെ കൂടെ വിളിച്ചോണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രലോഭനങ്ങൾ പിശാച് ഒരുക്കുക. നീ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതാ പ്രോബ്ലം. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീട്ടിൽ ആരംഭിക്കാനിരിക്കുന്ന ദൈവപ്രവൃത്തി ശ്രേഷ്ഠമാ. അതിനു മുമ്പ് നിന്നെ കൊണ്ടുപോകാൻ. ഇനി ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാൻ പോവാ. വെളിപ്പാടാ ഇന്ന് പറയാൻ പോകുന്ന ദൂത്. നീ അടുത്താൽ പ്രയോജനപ്പെടുമെന്ന് പിശാച് അറിഞ്ഞാൽ നിന്നെ അടുക്കാൻ സമ്മതിക്കുകയില്ല. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാ പറയുന്നു, ഇനി ദൂത് കേൾക്കുന്നവരിൽ വ്യത്യസ്തരായ മനുഷ്യരുണ്ട്. ദൈവത്തിന് വ്യത്യസ്ത പ്ലാൻ ഉള്ളവരുണ്ട്. ദൈവത്തിന് വ്യത്യസ്ത പദ്ധതി. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എന്നോട് പിണങ്ങൊന്നും ചെയ്യല്ലേ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് വെളിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നോട് നിങ്ങൾ പിണങ്ങല്ലേ ചില കാര്യങ്ങൾ പറയുമ്പോൾ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷം ഇപ്പോഴുണ്ടോ? ഉണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലെ ആവേശം ഇപ്പോഴുണ്ടോ? എല്ലാവരും അങ്ങ് നേടണമെന്നൊക്കെയായിരുന്നു. എപ്പോഴാണ്? ഇപ്പം തന്നെ 1:45 വരുന്നത്. ഇവിടെ മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എനിക്കൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ ഭയങ്കര തീഷ്ണതയാണ്. സ്തോത്രം. എല്ലാവരെയും കർത്താവിൽ കൊണ്ടുവരും. ഇവിടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഞാനാന്നേ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരോടും നടന്ന് സുവിശേഷം പറയും. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് ഞാൻ സുവിശേഷം പറയും. അച്ഛൻ പറഞ്ഞു പോയി വേറെ പണികളൊക്കെ ഇറക്കാൻ പോകും. ഞാൻ അച്ഛനെ കാണുമ്പോൾ പറയാറില്ല. ഇവിടെ മിണ്ടുന്നില്ല. ചോദ്യം, രക്ഷിക്കപ്പെട്ട നാളിലുള്ള ആവേശം ഇപ്പോഴും ഉണ്ടോ? ആവേശത്തിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ദാവീദ് പറയാ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു വാക്യം വായിച്ചു. അപ്പം വാക്യം സത്യം, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിന്നോട്. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇതിനെ ദൂത് പറയാം, ദൈവം കൊതിക്കുന്നു നിന്നോട് അടുക്കാൻ. പക്ഷേ ദൈവം നിന്നോട് അടുക്കണമെങ്കിൽ നീ ദൈവത്തോട് അടുക്കണം. എത്ര പേര് ആമീൻ പറയും? ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഉള്ളുകൾ ദൈവത്തോട് അടുക്കണം. ഇതുവരെ ഫുൾഫില്ല് ചെയ്യാത്ത ചില പ്രവൃത്തി നിന്നെ മേൽ യഹോവ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം, അടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അടുക്കാൻ പറ്റാത്തവരിവിടെ ഉണ്ട്. യോഗത്തിനുണ്ട്, ഉപവാസവും ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. വാക്യം മറക്കരുത്. ദൈവത്തോട് അടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ദൈവം അടുക്കാൻ കൊതിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ കൊതിക്കുന്നു. ആരെല്ലാം നിന്നെ തടയാൻ എഴുന്നേറ്റാലും അവനെല്ലാം വഴിമാറിപ്പോകും. കാരണം നിന്നോട് അടുക്കുന്നവന്റെ പേര് ദൈവം എന്നാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ആമി ഇച്ചിരൂടെ മനസ്സിലാകുന്ന ഭാഗത്ത് എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. ആമി ദൈവത്തിന് സ്തോത്രം. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഈ ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടല്ല അടുക്കേണ്ടത്, ഹൃദയം കൊണ്ടാ. എന്നാ ഇപ്പൊ നിങ്ങൾ പറയും, വാസ്തവ ഹൃദയം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇരുന്നങ്ങ് അടുത്തോളാം. അല്ല, ശരീരം കൊണ്ടും അടുക്കണം. അതിനാ ഇവിടെ വന്നേക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം അമ്മി ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? ഇരുമനസ്സുള്ളവരെ. ഇരുമനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ട് മനസ്സ്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ്. ഇരുമനസ്സുള്ളവൻ കാറ്റടിച്ച് ഉലയുന്ന തിരയ്ക്കു സമനാണ്. ഇരുമനസ്സ് പാടില്ല, നല്ല മനസ്സുണ്ടാകണം. ആമി ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവീൻ. മേളിലുണ്ട്, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. ദൈവത്തോടൊരു മനുഷ്യൻ അടുക്കുമ്പോൾ അവൻ വെടിപ്പാകും. ദൈവത്തോടൊരു മനുഷ്യൻ അടുക്കുമ്പോൾ അവൻ ശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. സ്തോത്രം.
മർക്കോസിന്റെ സുവിശേഷം എടുക്കാം. ഹല്ലേലൂയ. 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. തെക്കപ്പൊല്ലി ദേശത്തിന്റെ ഉണർവിന് മുമ്പിൽ നിൽക്കേണ്ട ഒരുത്തനെ പൈശാചിക ശക്തികൾ ഒരു സ്ഥലത്ത് ബന്ധിച്ചിട്ടിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഞാനിവിടെ നിൽക്കുന്ന ചിലരോട് ആത്മാവി കണ്ടുകൊണ്ട് പറയാം, നിന്റെ മേലും എൻ്റെ മേലും വെളിപ്പെടേണ്ട ദൈവ പദ്ധതിക്ക് വിരോധമായി പിശാച് അഴിച്ചുവിട്ട സകല പ്രവൃത്തികളും ഇന്നത്തെ പ്രാർത്ഥനയിൽ ബ്രേക്ക് ആകണം. ഗ്ലോറി ടു ഗോഡ്. ഇന്നിവിടെ ഇരിക്കുന്നവർ അസാധാരണ ദൈവകൃപ പ്രാപിക്കണം. അസാധാരണ ദൈവകൃപ പ്രാപിക്കണം. അസാധാരണ നീ നിമിത്തം കുറെ പേർ വിടുവിക്കപ്പെടാറുണ്ട്. നീ നിമിത്തം കുറെ പേർ സൗഖ്യമാകാറുണ്ട്. അമ്മ, ചില ശരീരങ്ങളിൽ നിന്ന് പൈശാചിക ശക്തി മാറിപ്പോയാൽ തന്നെ സൗഖ്യമാവും. ഓ ഹല്ലേലൂയ. സാധാരണ ഉള്ളവർക്കുള്ളതിനേക്കാൾ വലിയ പോരാട്ടം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഓർത്തോണം, സാധാരണ ആൾക്കാരെ ഉപയോഗിക്കുന്നതിലധികം നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഗ്ലോറി ടു ഗോഡ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ ദൈവത്തോട് അടുക്കാതിരിക്കുവാൻ ഇവന്റെ ശരീരത്തിൽ ഇവനിൽ നടമാടിയത് 6000 ദുർഭൂതങ്ങളാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഭൂതങ്ങൾക്ക് മൂടി വെക്കാനൊരു കാലമുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കാൻ ദൈവത്തിനൊരു കാലമുണ്ട്. ഓ ഹല്ലേലൂയ. ചിലരോടൊക്കെ ദൈവം പറയാ, സമയം അടുത്തിരിക്കുന്നു. നിന്റെ ഡെലിവറൻസിന്റെ സമയം അടുത്തിരിക്കുന്നു. നിന്റെ വിജയത്തിൽ ദൈവത്തിന്റെ സമയത്ത് ചിലത് നടക്കും. നിനക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ അടുക്കൽ വരാൻ. നിന്നെ വിടാത്ത സ്പിരിറ്റ്. സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറ. ഇപ്പോഴും ചിലരുടെ മനസ്സങ്ങോട്ട് ഫ്രീ ആകുന്നില്ല. മനസ്സങ്ങോട്ട് വിടുന്നില്ല. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. യോഗത്തിനൊക്കെ വരുന്നുണ്ട്, സ്തോത്രമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു സ്പിരിറ്റ് പുറകോട്ട് പിടിക്കുക. പക്ഷെ നിങ്ങൾ നോക്കണം, തെക്കപ്പൊല്ലി ദേശത്തെ ഉണർത്തേണ്ടവരെ വസ്ത്രം ധരിപ്പിക്കാതെ നഗ്നനാക്കി നാട്ടുകാർക്ക് ഭീഷണിയാക്കി ഒരു മലയിൽ ബന്ധിച്ചേക്കുക. ഇന്ന് പകലൊരു ദൂത് പറയാം, തമ്പുരാൻ ഇറങ്ങി വരികയാ. എവിടെ നീ ബന്ധിക്കപ്പെട്ടോ, എവിടെ നിന്നെ കുരുക്കിയിട്ടോ, ആ കുരുക്ക് ഞാൻ ആത്മാവി പ്രവചിക്കുക, ദൈവത്തിന്റെ സമയമാണ്. ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, അതിരുകളില്ലാതെ തമ്പുരാൻ ഇടപെടാൻ പോവാ. നിന്റെ വിടുതന്റെ സമയമായി. നീ അങ്ങോട്ട് ചെല്ലുവല്ല, നിന്നെ എത്ര നാൾ നോക്കിയിട്ട് നീ അടുത്ത് വരുന്നില്ല. ഇന്ന് ദൈവം നിന്റെ അടുക്കലേക്ക് വരിക. യേശുവിന്റെ നാമത്തില് എഴുതിയിട്ടോ, പിടിമുറുക്കിയ അന്ധകാര ശക്തികൾ ഇന്നും നിന്റെ മേൽ നിന്ന് കൈയെടുക്കുന്ന ദിവസമായിരിക്കും. നിന്റെ സാമ്പത്തിക മേഖലയെ പിടിമുറുക്കിയ, നിന്റെ ആത്മീക മേഖലയെ കൃപ 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 റംബന സദല ബൗഡപര രഗതന. ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ചിലർ രോഗക്കടക്കയിൽ വെച്ചതിനെ വിടിവിക്കപ്പെടും. ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ചിലർ ജീസസ് കുരുങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് വിടിവിക്കപ്പെടും. ഞാൻ ഒരിക്കലും ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ രോഗി 24 വയസ്സുള്ളൊരു മകനാണ്. പല സ്കാനിങ് നടത്തി പല രോഗങ്ങൾ ചെക്ക് ചെയ്തു. ഇവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അവനെ കണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അല്പസമയം ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നേരിയ സ്വരം ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടു. ഇന്ന് ഇവന്റെ മേൽ നിന്ന് ദുഷ്ടൻ കരമെടുക്കും. ഗ്ലോറി ടു ഗോഡ്. സംസാരിച്ചത് ദൈവമാണ്.
ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി. 3 ദിവസം കഴിഞ്ഞപ്പം ഈ മോനെ ഉൾപ്പെടെ സ്തോത്രം കാറിൽ കയറ്റി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്നാ വന്നേ? ബ്രദർ, ഇന്നലെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച അസുഖം ഒന്നും കാണുന്നില്ല, ഇവനെ നടത്തി വീട്ടിൽ കൊണ്ടുവെക്കോ. ഇപ്പോൾ അവൻ കാർ ഓടിച്ചാ വന്നേ. എനിക്കൊരു കാര്യം മനസ്സിലായി, അവനെ വിടത്തില്ലെന്ന് പറഞ്ഞ ശക്തി അവന്റെ മേൽ നിന്ന് കൈയെടുത്തു. എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, അടക്കി വെച്ചിരിക്കുന്ന പലതും ഇന്ന് കൈയെടുക്കാൻ പോകുകയാ. നിന്റെ സാമ്പത്തിക ചില കുരുക്കഴിയുന്ന കാഴ്ച പ്രാർത്ഥനയിൽ കാണണം. ഇതല്ല നിന്റെ ലൈഫ്, ഇതല്ല നിന്റെ ഭാവി, ഇതല്ല. ചിലരുടെ ജീവിതത്തെ വല്ലാതെ ചുറ്റിയടിക്കുന്ന ചില ചുഴലിക്കാറ്റുകളെ ഇന്ന് തമ്പുരാൻ ശാസിക്കാം. സിസ്റ്റർ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാം. എഴുന്നേക്കണമെന്നില്ല, കൈ ഉയർത്തിയാലും മതി. എഴുന്നേറ്റ അത്ര സന്തോഷം. ഞാനൊരു കാഴ്ച നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കാണുക. നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന കരം ഇന്ന് നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്ന് ശത്രു എടുത്തു മാറ്റും. കാരണം എടുത്തു മാറ്റത്തക്ക അന്തരീക്ഷം എന്നെ നോക്കിക്കേ. ആരോടും തുറന്നു പറയാൻ കഴിയാതെ നാളുകൾ കൊണ്ട് വലിയ ദണ്ഡനം കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ? ജീസസ്, നിങ്ങൾക്ക് തന്നെ അറിയാം ഇതേതോ ഒരു പൈശാചിക പ്രവൃത്തിയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? എന്നാൽ ഇന്നിവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആത്മാവി വെളിപ്പെടുക, നിന്റെ മേൽ നീട്ടിയ കൈ അവൻ തിരിച്ചു. ചില വിപത്തുകൾ തീരാൻ പോവുകയാ, ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകാം. നിന്റെ വീടിനകത്തിറങ്ങി ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. ഒരു ദൈവദൂതൻ നിന്റെ വീട്ടിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ആ വീടിന്റെ വാതിൽ സ്വതവേ തുറക്കുന്നു. ആ ദൂതൻ നിന്റെ ഭവനത്തിലേക്ക് കയറുന്നു. ഗ്ലോറി ടു ഗോഡ്. വർഷങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് കെട്ടി വലിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും അഴിച്ചു മാറ്റിക്കൊണ്ട് ആ ദൂതൻ വെളിയിലേക്ക് വരിക. ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപി. അതനാ നിനക്കുറങ്ങാൻ കഴിയാത്ത, സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ആത്മാവിൽ മുന്നേറാൻ കഴിയാത്ത ആ ദുഷ്ടബന്ധനം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരാൾക്ക് മാത്രമല്ല, ചില വീടുകൾക്കകത്ത് സാത്താൻ നിന്റെ ആരോഗ്യത്തിൽ കൊണ്ട് അവന്റെ വേസ്റ്റ് തള്ളരുത്. ഇന്ന് ആ മേഖല പൊട്ടണം. നിന്റെ വീട്ടിനകത്ത് നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില വിടുതലുകൾ നടക്കാൻ പോവുക. നിനക്കുള്ളതിന്മേൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന കരം ഇന്ന് ദൈവം എടുക്കാം. വെച്ചത് പിശാച, പക്ഷെ എടുക്കുന്നത് ദൈവമാ. യേശു റമന. ദയവായി ഇരുന്നാട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ കാടി വെച്ച് അച്ചായനോടൊന്ന് കൈവെക്കാവോ? ഗ്ലോറി ടു ഗോഡ്. ആരെല്ലാം കൈവിട്ടാലും നിന്നെ ദൈവം കൈവിടത്തില്ല. ഇന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് പൊട്ടിക്കരയാനുള്ള ആഗ്രഹമുണ്ട് ഹൃദയത്തിൽ. എന്തെല്ലാം സ്വപ്നങ്ങൾ മെടഞ്ഞോണ്ട് ആരംഭിച്ച ജീവിതമാ. എന്നാൽ ഇന്ന് കൺമുമ്പിൽ തട്ടി തകർന്നു കിടക്കുന്ന തകർച്ചയല്ലാതെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? ഒന്നും പറയാനില്ല. ഇന്നും നിന്റെ വീടിനകത്തൊരു അഴിച്ചുപണി നടക്കാൻ പോവാ. ജീസസ് നിന്നെ രോഗിയാക്കി. ജീസസ് നിന്റെ വയറ്റിനകത്തൊരു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ അടിവയറിനോട് ബന്ധപ്പെട്ട് ഒരു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക.
ഞാൻ അവിടെ വരെ ഒന്ന് പോകുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ലോ റബഹംബരബലബടബലബിരബടബല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. മുഴുവൻ പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബലഹബാരഗയാ ശംതനാദിഗച്ഛ. സ്തോത്രം, 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 സ്തോത്രം. യേശുവേ ഹല്ലേലൂയ. സൗഖ്യമാകട്ടെ. ഇത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കുറെ വർഷമായി. ഹല്ലേലൂയ. ജീസസ് എന്നോട് കർത്താവോട് പറഞ്ഞു, ഇവന്റെ പുക്കിളിനടുക്കെന്ന് മാറി ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. എന്നീ മുഴ വന്നു അന്ന് തൊട്ട് വീട്ടിൽ തകർച്ച തുടങ്ങിയതാ. ശരിയാണോ ഞാൻ പറയുന്നത്? എന്നാ ഇപ്പം ഇവനെ സൗഖ്യമാക്കാൻ കർത്താവ് തീരുമാനിച്ചു. ഞാൻ ഇന്നൊരു വെളിപ്പാട് പറയാം. ഏതൊക്കെ വ്യക്തികളുടെ മേൽ ശത്രു കൈവച്ചോ ആ കരവിന്ന് തിരിച്ചെടുത്തേ പറ്റൂ. എടുത്തേ എടുത്തേ പറ്റൂ. അത് ആരോഗ്യമായാലും അത് സമ്പത്തായാലും സാന്നിധ്യം, സാന്നിധ്യം, സാന്നിധ്യം. നിങ്ങൾ നോക്കിക്കേ. ഞാൻ ഈ അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛ ഒന്ന് കണ്ണൊക്കെ തുറന്നു വെച്ചാ. അച്ഛന്റെ പുക്കിളിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ആ മുഴ ഉണ്ടോ ഇപ്പൊ? ഒരു പാടുപോലും ഇല്ല. ഞാനൊന്നും ചെയ്തില്ല. സ്റ്റേജിൽ നിന്നപ്പോൾ യേശു പറഞ്ഞു, ഇവന്റെ ആരോഗ്യത്തിന് ശത്രു. സൗഖ്യമായല്ലോ, സൗഖ്യമായല്ലോ. ഒരു പാടുപോലും ഇല്ല. എത്ര വർഷമായിട്ട് ഇതുണ്ടായിരുന്നു? 30 വർഷം. 30 വർഷം. ഓ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, അതിശയങ്ങൾ ചെയ്യുന്ന ദൈവം. നിന്റെ കുടുംബത്തിന്റെ ഗതികേട് മുഴുവൻ പേരുടെ കരം ഇങ്ങോട്ട് നീട്ടിക്കേ. യേശുവേ, ഈ മകന്റെ മേൽ കഴിഞ്ഞ 30 വർഷമായി ശത്രു വെച്ച കരം, ശത്രു വെച്ച കരം, രോഗിയാക്കാൻ വെച്ച കരം, സാമ്പത്തിക തകർച്ച വെക്കാൻ വരുത്താൻ വെച്ച കരം, ഇവനെ ബന്ധിക്കാൻ വെച്ച കരം ഇപ്പോൾ എടുത്തു മാറ്റിയോണ്ട് സ്തോത്രം. ഒരിക്കലെങ്കിലും അച്ഛന്റെ ഇവിടെ മുഴയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ആരോടും. പക്ഷെ അച്ഛന് മാത്രം അറിയാം. ആരോടും പറഞ്ഞില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു ഇവൻ സൗഖ്യമാവുക. 30 വർഷവും താൻ എന്നും കുളിക്കുമ്പോൾ ആ മുഴയുടെ മോളിക്കുള്ള തന്റെ കൈ ഓടിയേ. പക്ഷെ ഇന്ന് താൻ അത് സൗഖ്യമായി ഇവിടുന്ന് പോകുകയാണ്. ഇന്നും യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹോശാന. ഹല്ലേലൂയ, ഹോശാന. ഹല്ലേലൂയ, ഹോശാന. ഹല്ലേലൂയ, ഹോശാന. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah.
ആത്മീക വെളിപ്പാട് പറയാം. ആർക്ക് വേണമെങ്കിലും തടഞ്ഞു വെക്കാം. പക്ഷെ ഒരു ടൈം കഴിഞ്ഞാൽ കർത്താവ് നിന്റെ വിഷയത്തിൽ അടങ്ങിയിരിക്കത്തില്ല. ഇല്ല, ഇല്ല, അടങ്ങിയിരിക്കത്തില്ല, അടങ്ങിയിരിക്കത്തില്ല. ആ റെഡ് ഷാളിട്ട മോളുടെ കൈ പൊക്കിക്കോ. നിന്റെ വിഷയത്തിൽ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നിന്റെ ഭാവി വിഷയത്തിൽ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിനകത്തും തീരാത്തൊരു ദുഃഖം നിന്റെ ഭാവി സംബന്ധിച്ച. ശരിയാണോ ഞാൻ പറയുന്നേ? എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ജീസസ്, എവിടെങ്കിലും ഒരു വഴി തുറന്നു വരുമ്പോ നീ അങ്ങോട്ട് നടന്നു ചെല്ലുന്നതിന് മുമ്പ് ആ വഴി ബ്ലോക്ക് ആവും. പലവട്ടം ഇനി എന്തിനാ ജീവിക്കുന്നേ എന്ന് ചിന്തിച്ച വ്യക്തിയാ നീ. ജീസസ്, മോക്ക് എത്ര വയസ്സുണ്ട്? 27. ജീസസ്, എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക. മോള് മാത്രമേ വന്നിട്ടുള്ളൂ. അമ്മയോട് എഴുന്നേറ്റ് നിൽക്കാവോ? അമ്മേ, അമ്മയ്ക്ക് ഒറ്റ പ്രാർത്ഥന വിഷയമുള്ളൂ, ഈ കുഞ്ഞിന്റെ ഭാവി. ശരിയാണോ? എന്നാ ഇന്ന് ആ കൊച്ചിന്റെ മേൽ ശത്രു വെച്ച കരം ദൈവം എടുക്കാൻ പോവാ. ഇതിനകത്ത് ദൈവം ചെയ്യുന്ന കാര്യം പറയാനാ ഞാനിവിടെ നിൽക്കുന്നത്. ദൈവം ചെയ്യുന്ന അവന്റെ ഭാവിക്ക് മുടക്കം, മൊത്തം മുടക്കം. ആരുടെയെല്ലാം ഭാവിക്ക് മുടക്കമുണ്ടോ? ഓ ശബരബല. ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന. നമ്മുടെ മോഡേൺ ദിവസം ഇന്ന് എല്ലാരും പോയാലും നിങ്ങൾ ഇവിടുന്ന് കുറച്ചു നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചേ പോകാവൂ. എന്നോട് കർത്താവ് പറഞ്ഞു, ഇവക്ക് മൊത്തം തടസ്സമാണ്. മൊത്തം തടസ്സം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് തടസ്സം, ജോലിക്ക് തടസ്സം, ഭാവിക്ക് തടസ്സം. വീട്ടിൽ ഇവള് വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരാളാണ്. എന്നാൽ കർത്താവ് പറയുക, രാത്രി ഉറക്കമില്ല. ഇന്ന് എത്ര നാളായിട്ട് രാത്രി ഉറക്കമില്ല മോളെ? പക്ഷെ ഈ മാസം തുടങ്ങിയപ്പോ മുതൽ അത് അധികമാകാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. ഞാൻ അവിടെ നിന്നപ്പോ കണ്ടൊരു കാഴ്ച, ഒരു കറുത്ത രൂപം വന്ന് ഇവളെ അമർത്തി പിടിക്കുക. എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ ആ പിടിയിൽ നിന്ന് ഈ കൊച്ചിനെ വിടുവിക്കാൻ പോവാ. അർത്ഥം ഇവിടെ ദേഹത്ത് പിശാചുണ്ടെന്നല്ല, ഇവിടെ ഭാവിയെ ബ്ലോക്ക് ചെയ്തേക്കുക. മുഴുവൻ പേരും പ്രാർത്ഥിച്ചോളൂ. ഇന്ന് ഇവക്ക് വിടും. ഞാനൊരു പ്രവചനം പറയാം. നിന്റെ മോക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഗവൺമെന്റ് ജോബ് തമ്പുരാൻ തുറന്നു തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ഗവൺമെന്റിന്റെ മുദ്ര പതിഞ്ഞ ഒരു ലെറ്റർ വരാൻ പോവാ. അമ്മയ്ക്ക് അതിയായ ആഗ്രഹമില്ലേ ഇവിടെ വിവാഹം നടക്കണം? ഇവക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടണം. അമ്മയുടെ ആഗ്രഹമല്ലേ? ജീസസ് അതിന് ടെസ്റ്റ് എഴുതി
എല്ലാം ചെയ്തു, പക്ഷേ ബ്ലോക്കായി നിൽക്കുക. പരിശുദ്ധാത്മാ പറയുക, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത കരത്തെ ദൈവം ഇന്ന് എടുത്തു മാറ്റാൻ പോവാ. ഓ റബന, തടസ്സങ്ങളുള്ളവരെല്ലാം കൂടെ ചേർന്നൊന്ന് ആരാധിച്ച്, കരമടിച്ചൊന്ന് ആരാധിച്ച് ഒരു സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവമേ, ഈ കുഞ്ഞിന്റെ വിവാഹത്തിനെതിരെ, ഇവിടെ ജോലിക്കെതിരെ, ഇവിടെ ഉറക്കത്തെ കെടുത്തി ഇവളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല ബന്ധനങ്ങളെ, സകല പോരാട്ടങ്ങളെ, സകല കെട്ടുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചു കളയുന്നു. അഴിഞ്ഞു മാറാം. വിടുതലായി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന് രാത്രി മുതൽ നല്ല ഉറക്കം നിനക്ക് കിട്ടും. നിന്റെയൊക്കെ വിവാഹത്തിനുള്ള വഴി ഉടനെ ഒരുങ്ങി വരും. ജോബ് ഓപ്പണിംഗ് ഉടനെ തുറന്നു വരും. ദുഷ്ടന്റെ കരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിയത് നിങ്ങൾക്ക് ബോധ്യം വരുന്ന അടയാളങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് നടക്കാൻ പോവാ. ധൈര്യമായി കയറിയിരുന്നാട്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ, ദൈവശക്തി, പരിശുദ്ധാത്മ ശക്തി നിന്റെ കുടുംബത്തിന് വേണ്ടുന്നു. നിന്റെ വീട് പണിയുടെ വെച്ചിരിക്കുന്ന ശത്രുവിന്റെ കരം ഇന്ന് എടുത്തേ പറ്റൂ. നിങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷങ്ങൾ വരാം. നിന്നെ പിടിച്ചു വെക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ അവന്റെ പിടികൾ ദൈവ നിയോഗം ഭയങ്കരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് കർത്താവ് പറയുക, ഇത് നിന്റെ ദിവസമാണ്, ഇത് നിന്റെ മാത്രം ദിവസമാണ്. നീ അനുഭവിച്ച ദുരിതങ്ങൾ ആരും കണ്ടില്ലെന്ന് വിചാരിക്കരുത്. സകലതും ദൈവം കാണുന്നുണ്ട്. വിടിവിക്കപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. ഇത് ദൈവത്തിന്റെ സമയം. നീ ഇരിക്കുന്നിടത്തോട്ട് നിന്റെ പ്രതികൂലത്തിനകത്ത് നടക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അത് യേശുവാ.
ഒലച്ച തിരക്കകത്തൂടെ നടന്നിറങ്ങാൻ കഴിവുള്ളവൻ ഒരാളെ ഉള്ളൂ. അവന്റെ പേരാ യേശു. ഞാനൊരു വലിയ കാഴ്ച കാണുക. നിന്നെ ഒലച്ച കാറ്റ്, നിന്നെ തകർത്ത കാറ്റ്, അതിനകത്ത് ദൈവത്തിന്റെ കാൽപാദം സ്പർശിക്കുന്നു. രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും. രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹ അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ. നിങ്ങളെന്നെ ശ്രദ്ധിച്ചാണ് ഞാൻ വചനം പറയാൻ പോവാം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഫലം ഫീലിങ് നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എവിടൊക്കെയോ ശത്രുവിൻ്റെ കരം കീഴടക്കി വെച്ചിരിക്കുക. ഇന്ന് എന്നോട് ദൈവം പറയുക, ആ കരം മാറ്റാൻ പോവാ. തലമുറ മേൽ നിന്ന്, കുടുംബത്തിൻ്റെ മേൽ നിന്ന്, സമ്പത്തിൻ്റെ മേൽ നിന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ വെളിപ്പെടാതെ വണ്ണം ശത്രു വെച്ചിരിക്കുന്ന കരം തെക്കപ്പൊല്ലി ദേശത്ത് സുവിശേഷം പറയേണ്ടവനാ ഗദരദേശത്ത് വസ്ത്രമില്ലാതെ നാടിന് ഭീഷണിയായി നിൽക്കുന്നു. പിശാചിന് മനസ്സിലായി 6000 ഭൂതങ്ങൾ ഒന്നിച്ചാൽ നിന്നെ തടയാം. പക്ഷെ ദൈവം പറയുന്ന 6000 ഭൂതം ഒന്നിച്ചാലും ഞാൻ ഒരാൾ മതി. ഓ ഹല്ലേലൂയ. നിന്റെ ഒരു വാക്ക് പറയാം, ആമീൻ പറയാമോ? നിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം. വിശ്വാസമുള്ളവരെ ആമീൻ, ഈ ആമീൻ പോരാ. നിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം. നെഞ്ചത്ത് കൈവച്ചോറ, എന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം. കൃപ, 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 കൃപ. ചിലര് വിചാരിച്ച നീ എന്നും ഇങ്ങനെ അങ്ങ് കിടക്കുവന്നോ? നിന്നെ കാണുമ്പോൾ എന്നും കരച്ചില്, എന്നും കരയുന്ന പ്രാർത്ഥനാ വിഷയം, എന്നും ഇങ്ങനെ നിന്ന, എന്നും ഇങ്ങനെ അപവാദം, എങ്ങനെയും ഇങ്ങനെ ദുശ്രുതി അങ്ങനെ കിടക്കുവന്ന അല്ല, 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 അല്ല. നിന്റെ ആഗ്രഹം അറിഞ്ഞ് നീ ഇരിക്കുന്ന ഇടത്ത്, നീ ബന്ധിക്കപ്പെട്ട സ്ഥലത്ത് എൻ്റെ തമ്പുരാൻ നടകൊള്ളാം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കല് ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം ഇന്നെന്ന പോലെ ഓർക്കുക.
ദുബായിൽ ദേര എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ദുബായ് പ്രസംഗിക്കാൻ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ ഒരു സ്നേഹിതൻ നിർബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഞാൻ ചെന്നപ്പം താടിയെല്ലാം വളർത്തി, മുടിയെല്ലാം വളർത്തി, വികൃതനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ഞാൻ എന്നേ ആത്മഹത്യ ചെയ്യാനിരുന്നതാ. പാസ്റ്ററെ എൻ്റെ അടുക്ക് കൊണ്ടുവന്ന ഈ സ്നേഹിതൻ സമ്മതിച്ചില്ല. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞു? എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാമോ? ഞാൻ എവിടെ വേണേലും വരാം. ഞാൻ പുള്ളിക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ റൂമിൽ പോയി. വൈകിട്ടത്തെ യോഗത്തിൽ അദ്ദേഹം താടിയും വെട്ടി, മുടിയും വെട്ടി, നല്ല സുന്ദര കുട്ടപ്പനായിട്ട് യോഗത്തിന് വന്നു. യോഗത്തിന് വന്നപ്പോൾ ആ ചർച്ചിനകത്ത് അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ നോക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനി ജോലി ചെയ്ത പലരും ആ ചർച്ചിലുണ്ട്. ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. അന്ന് അവിടെ കൂടപ്പെട്ട 2-3 സഹോദരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വൈകിട്ട് ഫ്രീയാ, നമുക്ക് കടപ്പുറത്ത് പ്രാർത്ഥിക്കാൻ പാം. പുള്ളി പറഞ്ഞു പാവെന്ന് പറഞ്ഞു. ഞാനും പുള്ളിയും പോളെന്ന് പേരുള്ള ഒരു ബ്രദറും കൂടെ കടപ്പുറത്ത് പ്രാർത്ഥിക്കാൻ പോയി. ചെറിയൊരു അരണ്ട വെളിച്ചേ ഉള്ളു കടപ്പുറത്ത്. ഞങ്ങൾ വെളുപ്പിനെ 3:30 വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്കൊന്നല്ല, ചുമ്മാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് ഇവൻ ശക്തിപ്പെടണം, ഇവന് വിടുതൽ കിട്ടണം, ഇവന് വഴികൾ തുറക്കണം. അതൊക്കെയാ പ്രാർത്ഥനാ വിഷയം. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്. 3:30 ആയപ്പോൾ ഞങ്ങൾ സ്തോത്രം അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് ഫുഡും കഴിച്ച് അദ്ദേഹത്തെ റൂമിലും വിട്ട് ആ പോളെന്ന് പറയുന്ന ബ്രദർ എന്നെ കൊണ്ടുവന്ന് എൻ്റെ മുറിയിലും വിട്ടു. ഞാൻ അവിടെ ഏകദേശം അന്ന് സ്തോത്രം 2-2.5 മാസമുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുക. സ്തോത്രം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എന്നെ വന്ന് കാറിൽ എടുത്തുകൊണ്ട് പോയി അതേ കടപ്പുറത്ത് പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അങ്ങനെ 10-30 ദിവസം മുടങ്ങാതെ രാത്രി, കടപ്പുറത്ത് ആരുമില്ല, കടൽക്കാറ്റൊക്കെ അനുഭവിച്ച് പ്രാർത്ഥിച്ചും വിശ്വാസം പറഞ്ഞുമൊക്കെ ഇരുന്നു. പക്ഷെ ഞാൻ പോരുന്നതിന് മുമ്പ് പുള്ളി ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി. ജീസസ്. ആ ബിസിനസ് അങ്ങ് വളർന്നു. ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 30 ദിവസത്തെ കടപ്പുറത്തെ പ്രാർത്ഥന മറക്കുകയില്ല. ഞാൻ ചോദിച്ചത് എന്നാ? ദുഷ്ടന്റെ കൈ എൻ്റെ മേൽ നിന്ന് എടുത്ത പ്രാർത്ഥനയാണ്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. 20 വർഷം പുറകിലത്തെ ചരിത്രമൊക്കെ ഇപ്പോൾ ഓർക്കാൻ കാരണം എന്താ? നിന്റെ മേൽ കിടക്കുന്ന ദുഷ്ടന്റെ കരം എടുത്തിരിക്കും. നീ ദൈവ പദ്ധതിയിലേക്ക് വരാൻ പോവുക. നിന്റെ കുടുംബത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന പല സ്പിരിറ്റുകളും ഇന്ന് നിന്റെ കുടുംബം വിട്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചില ഓർമ്മകൾ വരും. ഗ്ലോറി ടു ഗോഡ്. എന്നോട് ദൈവാത്മാ പറയാം, നീ തകരുമെന്ന് വിചാരിക്കരുത്. തകരത്തില്ല, തകരത്തില്ല, തകരത്തില്ല. ഒന്ന് പറഞ്ഞു, ഞാൻ തകരത്തില്ല. യേശു ഗദരദേശത്തേക്ക് വന്നു. യേശുവിൻ്റെ ഒരു ശുശ്രൂഷയാണ്, ഒരാളെ വിടുവിക്കാൻ വരെ കർത്താവ് ഡയറക്റ്റ് പോയി. 100 ആടിൽ 1 നഷ്ടപ്പെട്ടാൽ തേടിപ്പോവും ഇടയൻ. 99-നേക്കാൾ വലുതാണ് ബന്ധിക്കപ്പെട്ട നീ. ദൈവത്തിന് 1 വലുതാ. ദൈവത്തിന്റെ കണക്കിലെ 1 നീ. ദൈവത്തിന്റെ സംഖ്യയിലെ 1 നീ. ഓ, ഒരാമീൻ പറഞ്ഞു തുടങ്ങോ, ഒരാമീൻ പറഞ്ഞു തുടങ്ങോ. ദൈവത്തിന്റെ കണക്കിലെ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇച്ചോടെ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. 1 തേടി കർത്താവ് ചെന്നു. കർത്താവ് ഗദരദേശം വരെ പോയില്ല. അതായത് ശവക്കല്ലറ വരെ പോയില്ല. യേശു ഇവിടുന്ന് യാത്ര തിരിച്ചപ്പോൾ ഭൂതം കല്ലറയെന്ന് യാത്ര തിരിച്ചു. ഗ്ലോറി ടു ഗോഡ്.
ഈ ദൈവത്തിന്റെ പ്രത്യേകത, തമ്പുരാൻ നടന്ന് തുടങ്ങുമ്പോൾ നിന്നോട് പോരാടിയവൻ അവിടുന്ന് പുകാമി എഴുന്നേക്കാൻ ആരംഭിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോ പൗലോസ് മെലിത്ത ഈ കാല് കുത്തിയാൽ മാളത്തിലെ സർപ്പത്തിന് ചലനം ഉണ്ടാവും. Glory to God. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. അപ്പോസ്തലന്മാർ കാല് കുത്തിയാൽ ദുരാത്മാക്കൾക്ക് ചലനങ്ങൾ തുടങ്ങും. നീ ചില ദേശത്ത് കാലുകുത്തുമ്പോൾ, നീ ചില വീടുകളിൽ കാലുകുത്തുമ്പോൾ, നീ ചില വ്യക്തികൾക്ക് പൈശാചിക തലങ്ങളിൽ നിളകിയാലേ പറ്റൂ. നിന്റെ മേൽ കൈവച്ചുകൊണ്ടിരുന്ന പലതും നിന്റെ നന്മയെ പറയട്ടെ, എന്നെ ശ്രദ്ധിക്കണം. ഇന്ന് വളരെ ഡീപ്പായിട്ട് ഹോളി സ്പിരിറ്റ് പോവാ. ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില ചലനങ്ങൾ നടക്കട്ടെ, ചില ചലനങ്ങൾ നടക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില ചലനങ്ങൾ നടക്കട്ടെ. പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തോട്ട് പോകുമ്പം വഴിയിൽ ഒരാൾ എതിരേക്കാൻ നിൽക്കുക. മനുഷ്യരല്ല, പിശാച. അതിനെ തിരിച്ചറിയാനുള്ള വരം പൗലോസിനകത്തുണ്ട്. പത്രോസ് നടന്നു പോകുമ്പോൾ ഷാഡോ തട്ടി ഹീലിംഗ് നടക്കുക. ഞാൻ ദൂത് പറയാം, ചിലരുടെ സ്പർശനങ്ങൾ, ചിലരുടെ നടപ്പുകൾ, ചിലരുടെ മൂവ്മെന്റ്സുകൾ പിശാചിന് വെല്ലുവിളിയാ.